രാജ്യത്തെ ഗതാഗത മേഖലയിൽ നിർണായക നാഴികക്കല്ല് കുറിച്ച ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് അംഗീകാരം. ഹരിയാനയിലെ ജിങ് സോണിപത് റൂട്ടിലാണ് 10 കോച്ചുകളുള്ള ഹൈഡ്രജൻ ട്രെയിനിന്റെ സർവീസ് നടത്തുക. ഇന്നലെയാണ് റെയിൽവേ ഇത് സംബന്ധിച്ച ഔദ്യോഗിക അനുമതി നൽകിയത്. 1200 കിലോവാട്ട് ശേഷിയുള്ള ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് ട്രെയിനിലുള്ളത്. മണിക്കൂറിൽ പരമാവധി 75 കിലോമീറ്റർ വേഗതയിലോടും. ഇതോടെ ജർമ്മനി, ജപ്പാൻ, ചൈന, US തുടങ്ങിയ രാജ്യങ്ങൾക്കൊപ്പം ഹൈഡ്രജൻ ഊർജ്ജം ഉപയോഗിക്കുന്നതിൽ ഇന്ത്യയും ഇടം പിടിച്ചു. ഇന്ത്യൻ റെയിൽവേ ശൃംഖലയുടെ പകുതിയിലധികം ഭാഗവും ഇതിനകം വൈദ്യുതീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ട്രെയിനിനുള്ളിൽ തന്നെ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഹൈഡ്രജൻ ട്രെയിനുകളിലൂടെ നടപ്പിലാക്കുന്നത്. ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യയിൽ ഹൈഡ്രജൻ ഉപയോഗിച്ചുള്ള രാസപ്രവർത്തനത്തിലൂടെയാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്. ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരമുള്ള പ്രക്രിയയിൽ വെള്ളത്തിന്റെ നീരാവി മാത്രമാണ് പുറന്തള്ളപ്പെടുന്നത്. ഇത് തികച്ചും പരിസ്ഥിതി സൗഹൃദമാണ്. സർവീസിനായി ഹരിയാനയിലെ ജിന്ദിൽ ദേശീയമായി ഹൈഡ്രജൻ സംഭരണ റിഫ്യൂലിംഗ് കേന്ദ്രം സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിനാവശ്യമായ പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷന്റെ അനുമതിയും ലഭ്യമായി കഴിഞ്ഞു. ആദ്യഘട്ട സർവീസുകളിൽ ട്രെയിനിന്റെ യാത്ര സുഗമമായിട്ടാണോ പ്രവർത്തിക്കുന്നതെന്ന് നിരീക്ഷിക്കാൻ സാങ്കേതിക വിദഗ്ധരും ട്രെയിനിലുണ്ടാകും. പ്രാരംഭഘട്ടമായതിനാൽ അതീവ സുരക്ഷയാണ് റെയിൽവേ ഉറപ്പാക്കിയിരിക്കുന്നത്. ഹൈഡ്രജൻ റിഫ്യൂലിംഗ് സംവിധാനം 24 മണിക്കൂറും നിരീക്ഷിക്കും. പരിശീലനം ലഭിച്ച സർട്ടിഫൈഡ് ജീവനക്കാരെ മാത്രമേ നിർണായക പ്രവർത്തനങ്ങൾക്കായി നിയോഗിക്കൂ. ഹൈഡ്രജൻ ചോർച്ചയും തീപിടുത്തവും കണ്ടെത്താനുള്ള പ്രത്യേക സെൻസറുകൾ നിർമ്മാണ സംഭരണ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പൊടിപടലങ്ങൾ അടിഞ്ഞുകൂടുന്നത് തടയാൻ കൃത്യമായ ഇടവേളകളിൽ ശുചീകരണവും പരിശോധനയും നടത്തും. ഗതാഗത മേഖലയിൽ ഹൈഡ്രജൻ ഇന്ധനം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ സെൻട്രൽ വിസ്ത ഏരിയയിൽ രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ പവർ ഷട്ടിൽ ബസ് സർവീസ് ഈ മാസം ആദ്യം ആരംഭിച്ചിരുന്നു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് കൈമാറിയ 35 പേർക്ക് യാത്ര ചെയ്യാവുന്ന 2 ബസ്സുകളാണ് ഇതിനായി സർവീസ് നടത്തുന്നത്. അന്തരീക്ഷ മലിനീകരണവും കാർബൺ പുറന്തള്ളലും പൂർണ്ണമായി ഒഴിവാക്കുന്നതിനായി 1200 കിലോവാട്ട് ശേഷിയുള്ള അത്യാധുനിക ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യയാണ് ഈ ട്രെയിനുകളിൽ ഇന്ത്യൻ റെയിൽവേ വിജയകരമായി ഉപയോഗിക്കുന്നത്. വെള്ളവും നീരാവിയും മാത്രമായിരിക്കും ഈ ട്രെയിനിൽ നിന്നും അവശിഷ്ടമായി പുറന്തള്ളപ്പെടുക. ഈ പുതിയ നേട്ടത്തോടെ ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ലോകത്തിലെ എലൈറ്റ് ക്ലബിലേക്ക് ഇന്ത്യയും എത്തിച്ചേർന്നു. റെയിൽവേ രംഗത്ത് കാർബൺ മലിനീകരണം കുറയ്ക്കുന്നതിനായി ഹൈഡ്രജൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നായി ഇതോടെ ഭാരതം മാറി. ഇന്ത്യൻ റെയിൽവേയുടെ നൂതന ആശയങ്ങളോടുള്ള പ്രതിബദ്ധതയും ഊർജ്ജ കാര്യക്ഷമതയും ഈ പദ്ധതിയിലൂടെ വ്യക്തമാകുന്നുണ്ടെന്ന് റെയിൽവേ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഒപ്പം രാജ്യത്തിന്റെ പച്ചപ്പുള്ള നാളേക്കും നെറ്റ് സീറോ കാർബൺ എന്ന ലക്ഷ്യത്തിലേക്കും ഇത് വലിയ പിന്തുണയേകും. ഇന്ത്യൻ റെയിൽവേ തങ്ങളുടെ റെയിൽ ശൃംഖലയുടെ ഏതാണ്ട് 100% ഇതിനകം തന്നെ വൈദ്യുതീകരിച്ചിട്ടുണ്ട്. ഇത് കാർബൺ പുറന്തള്ളൽ വലിയ തോതിൽ കുറയ്ക്കാൻ സഹായിച്ചിരുന്നു. എന്നാൽ ഹൈഡ്രജൻ ട്രെയിനുകളുടെ വരവോടെ ട്രെയിനുകൾക്ക് ആവശ്യമായ വൈദ്യുതി അവയ്ക്കുള്ളിൽ തന്നെ സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന പുതിയൊരു സാങ്കേതിക വിദ്യയിലേക്കാണ് റെയിൽവേ കടക്കുന്നത്. ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യ വഴി ഒരു കെമിക്കൽ റിയാക്ഷനിലൂടെയാണ് ഇതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. പരമ്പരാഗത ഇന്ധനങ്ങളെ പോലെ പുകയ്ക്ക് പകരം ശുദ്ധമായ ജലബാഷ്പം മാത്രമാണ് ഈ ട്രെയിനുകളിൽ നിന്ന് പുറന്തള്ളപ്പെടുക. ജിൻ സോനിപത് സർവീസിനായി ജിന്ദിൽ പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ച ഹൈഡ്രജൻ സംഭരണ ഇന്ധന കേന്ദ്രം സജ്ജീകരിച്ചിട്ടുണ്ട്. പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ ഇതിനാവശ്യമായ എല്ലാ അനുമതികളും നൽകി കഴിഞ്ഞു. സർവീസിന്റെ ആദ്യഘട്ടത്തിൽ ട്രെയിനിന്റെ പ്രവർത്തനം സുഗമമാക്കുന്നതിനായി പ്രത്യേകം പരിശീലനം ലഭിച്ച സാങ്കേതിക വിദഗ്ധരും യാത്രയിലുടനീളം ട്രെയിനിലുണ്ടാകും. ഈ സാങ്കേതിക വിദ്യ ഇതിന്റെ പ്രാരംഭഘട്ടത്തിലായതിനാൽ ലോകത്ത് വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമാണ് നിലവിൽ ഇതിന്റെ പരീക്ഷണങ്ങളും സർവീസുകളും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷാ മാനദണ്ഡങ്ങളാണ് റെയിൽവേ ഇതിനായി ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഹൈഡ്രജൻ റീഫില്ലിംഗ് സംവിധാനം 24 മണിക്കൂറും കൃത്യമായി നിരീക്ഷിക്കുകയും പ്രധാന പ്രവർത്തനങ്ങൾക്കായി സാങ്കേതിക സർട്ടിഫിക്കറ്റ് ലഭിച്ച വിദഗ്ധരെ മാത്രം നിയോഗിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.